കേരള സർവകലാശാലയിൽ കോൺഗ്രസ് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം. സർവകലാശാലയിൽ ഭരണസ്തംഭനം എന്നാരോപിച്ചാണ് പ്രതിഷേധം. ഇപ്പോൾ അർജുൻ രാജ് ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, സർവകലാശാലയിൽ ഭരണസ്തംഭനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ കോൺഗ്രസ് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം. അവരുടെ പ്രതിഷേധം പ്രധാനമായും ആർക്കെതിരെയാണ്? ലക്ഷ്മി, ഇക്കാര്യത്തിൽ വൈസ് ചാൻസലർക്കും എതിരായിട്ടുള്ള പ്രതിഷേധമെന്ന നിലയ്ക്കാണ് കോൺഗ്രസ് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഈ ഭരണ പ്രതിസന്ധി മൂലം ഇപ്പോൾ അനിശ്ചിതത്തിലായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഷേധം. വിൻസെന്റ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രധാനമായും ഇത്തരത്തിലുള്ള ഈ ചാൻസലറും വൈസ് ചാൻസലറും തമ്മിൽ ചാൻസലറും രജിസ്ട്രാർ വിഷയത്തിലൊക്കെ എടുത്തിട്ടുള്ള സമീപനങ്ങൾ അത് സർവകലാശാലയുടെ ഭരണ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടി പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ മറ്റ് വിവിധ യുവജന സംഘടനകളും ഇടതുപക്ഷ സംഘടനകളും ഒക്കെ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ കൂടി ഒരു പ്രതിഷേധം ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രീയ ചക്കുളത്തി പോരാട്ടത്തിനുള്ള വേദിയാക്കി സർവകലാശാലയെ മാറ്റാതിരിക്കുക, സർവകലാശാലയിലെ അരാജകത്വത്തിനും അധികാര വടംവലിക്കും ഭരണസമ്പന്നത്തിനുമെതിരെ പ്രതിഷേധിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടായിട്ടുള്ളത്. നിലവിൽ എന്തായാലും വലിയൊരു ഭരണ പ്രതിസന്ധി സർവകലാശാലയിൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഫയലുകൾ നീങ്ങുന്നില്ല എന്ന് വൈസ് ചാൻസലർക്ക് തന്നെ പരാതി പറയേണ്ട സാഹചര്യം ഉണ്ട്. ആരാണ് രജിസ്ട്രാർ എന്നത് സംബന്ധിച്ചുള്ള തർക്കം വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ഉൾപ്പെടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനിടയ്ക്കാണ് KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയത് അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് മോഹനൻ കുന്നുമ്മൽ എടുക്കുന്നത്. ഒപ്പം മിനി കാപ്പനോട് ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നത് അതിന് പിന്നാലെയാണ്. ഒപ്പം ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഫയൽ സംവിധാനം അത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് നൽകാനുള്ള നീക്കവും VC-യുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. അഡ്മിൻ ആക്സസ് തനിക്ക് മാത്രമാക്കണമെന്ന VC-യുടെ ആവശ്യം നേരത്തെ സർവീസ് പ്രൊവൈഡർമാർ നിരസിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഫയൽ സംവിധാനത്തിന്റെ അത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് VC നിലപാടെടുത്തിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു സമവായമോ ഒരു പരിഹാരമോ ഇല്ലാത്ത തരത്തിൽ ഭരണ പ്രതിസന്ധി സർവകലാശാലയിൽ രൂക്ഷമാണ്. അതിന്റെ പ്രതിഷേധമായിട്ടാണ് സർവകലാശാലയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്. കേരള സർവകലാശാലയിൽ നിന്ന് തിരുവനന്തപുരത്ത്.